പോസ്റ്റർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം അതിനു വേണ്ടി ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു കാറിൻ്റെ ഫോട്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ ഡാർക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്കപ്പോൾ ഈ ഒരു ഫോട്ടോ ഡാർക്കൺ ചെയ്തെടുക്കണം. ഡാർക്കൺ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഹെഡ്ലൈറ്റ് മാത്രം കത്തി നിൽക്കുന്ന രീതിയിൽ ബാക്കിയെല്ലാം ഡാർക്കൺ ചെയ്തെടുക്കാനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ടൂൾസ് സെലക്ട് ചെയ്യുക. റൈസ് എടുക്കുകയാണെങ്കിൽ ടൂൾസ് സെലക്ട് ചെയ്തിട്ട് ടൂൺ ഇമേജ് സെലക്ട് ചെയ്യുക. അതിൽ താഴോട്ട് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പം ഒരുപാട് ഓപ്ഷൻസ് ആണ്. അതിൽ നമുക്ക് ബ്രൈറ്റ്നസ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ബ്രൈറ്റ്നസ് മാക്സിമം നമ്മൾ കുറച്ചിടുക. എന്നിട്ട് നമ്മൾ ഇവിടെ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തിട്ട് ഇപ്പം അത്യാവശ്യം കുറച്ച് ഡാർക്കായിട്ടുണ്ട്, ഇനി നല്ല രീതിയിൽ ഡാർക്ക് ആക്കണം. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഈ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ടൂൾസ് എടുത്ത് ടൂൺ ഇമേജ് എടുത്ത് ബ്രൈറ്റ്നസ് രണ്ടാമതും കുറച്ച് കൊടുത്തു ഫുള്ളായിട്ട് വന്നിട്ട് ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ ഡാർക്ക് ആക്കണം. അപ്പോൾ ഒന്നും കൂടെ ഞാൻ ഈ പെൻസിലിൻ്റെ ക്ലിക്ക് ചെയ്ത് ടൂൺ ഇമേജ് എടുത്ത് ബ്രൈറ്റ്നസ് ഒരുപാടല്ല, അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ്സും കുറയ്ക്കുക. ഇപ്പോൾ എനിക്ക് ഇത്ര മതിയെന്ന് തോന്നി. ഒരു 70 ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തിട്ട് നേരെ ഈ എഡിറ്റ് സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ സെലക്ട് ചെയ്യുക, വ്യൂ അടിച്ചെടുക്കുക. ആ ഒരു ടൂൺ ഇമേജ് 3 എണ്ണം ഉണ്ട്. അതിൽ നമ്മൾ ടൂൺ ഇമേജ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബ്രഷ് സെലക്ട് ചെയ്തിട്ട് നമ്മളിത് ഇൻവേർട്ട് ചെയ്തിട്ട് ബ്രഷ് ആ ഒരു സംഭവം ഇൻവേർട്ട് ചെയ്തിട്ട് നമ്മളിവിടെ മാത്രം ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം മാത്രം വരച്ചു കൊടുക്കുക. അത് മാത്രമാണ് നമുക്ക് കത്തി നിൽക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് വരച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളത് കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി ഈ ഒരു ഐയുടെ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എനിക്ക് അതിൻ്റെ കൂടെ പുറത്തോട്ട് കുറച്ച് ഇളകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ബ്രഷിൻ്റെ സൈസ് 100 ആക്കിയിട്ട് നമ്മൾ ആ ഒരു ഇറങ്ങിയ സ്ഥലത്തേക്ക് നമ്മളത് വരച്ചു കൊടുക്കുക. അപ്പം അത് കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ടിക്ക് കൊടുക്കുക. ഇതുപോലെ നമ്മൾ 2 സൈഡിലെയും നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിക്കോളും. അങ്ങനെ നമ്മൾ അത് എഡിറ്റ് ചെയ്ത് മൊത്തം ഡാർക്കാക്കിയിട്ട് ഹെഡ്ലൈറ്റ് മാത്രം കത്തിച്ചവിടെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. നമുക്ക് ബാക്കി കുറച്ച് പരിപാടിയും വേണ്ട. അതിനായിട്ട് നമുക്ക് നേരെ പിക്സാർട്ടിലോട്ട് പോകാം. ഇപ്പം നമ്മുടെ ഫോട്ടോ പിക്സാർട്ടിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ടൂൾസ് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ താഴോട്ട് റൈറ്റ് സൈഡിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ആയിട്ട് നമുക്ക് ലെൻസ് ഫ്ലെയർ എന്നുള്ള ഓപ്ഷൻ കാണും. കാരണം നമുക്കിവിടെ ടോപ്പിലായിട്ട് ലൈറ്റ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ലെൻസ് ഫ്ലെയർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മളിത് ഈ ഒരു ലൈറ്റ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ട് ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് കുറച്ചൊന്ന് വലുതാക്കിയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ നമ്മളത് ആക്കി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിഷ്ടമുള്ള രീതിയിലേക്ക് ആ ഒരു ഫോട്ടോ നമ്മളിന്ന് കൊണ്ടുവരണം. അപ്പോൾ ഞാനിവിടെ എനിക്കിതാണ് ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ ചെറുതാക്കിയിട്ട് ആ ഒരു രീതിയിലേക്ക് ആ ഫോട്ടോയുടെ ആ ഒരു ലൈറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ നമുക്ക് വേണ്ട ആ ഒരു രീതിയിൽ ആ ഒരു ഫോട്ടോ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമുക്കിവിടെ കുറച്ച് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അപ്പം നമ്മളിവിടെ നേരെ താഴോട്ട് പോവുക, ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ എടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടെക്സ്റ്റ് കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ റിവീലിംഗ് സൂൺ എന്നുള്ളൊരു ടെക്സ്റ്റാണ് ആഡ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ആദ്യം നമ്മൾ റിവീലിംഗ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പം റിവീലിംഗ് എടുത്തിട്ട് ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യും. അപ്പോൾ ഞാനിവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ ആ ഒരു ഇത് കൊണ്ടുവന്ന് ഏറ്റവും ടോപ്പിലായിട്ട് ഇങ്ങനെ വെക്കുക. ഞാനവിടെ വെച്ച് എനിക്ക് അവിടെ മതിയെന്ന് തോന്നിയപ്പോൾ ഞാനവിടെ വെച്ച് അതിനുശേഷം വീണ്ടും നമുക്ക് സൂൺ എന്നുള്ളൊരു ടെക്സ്റ്റ് കൊടുക്കണം. അപ്പോൾ സൂൺ എന്ന് കൊടുക്കാൻ നമ്മൾ ഫുള്ള് ക്യാപിറ്റലാക്കിയിട്ട്
സൂണെന്ന് ടൈപ്പ് ചെയ്യുക. സൂണ് ടൈപ്പ് ചെയ്തിട്ട് ടിക്ക് കൊടുക്കുക. നമ്മൾ മാക്സിമം ചെറുതാക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഡ്രാഗ് ചെയ്ത് കൂടെ കൊണ്ടുവരണം. നമുക്ക് കറക്റ്റായിട്ട് അവിടെ കൊണ്ടുവന്ന് നോക്കാം. ഞാൻ കുറച്ച് ചെറുതാക്കിയിട്ടാണ് വെക്കുന്നത്. അതിൻ്റെ താഴെ ആക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പം അത് നമ്മൾ റിവീലിംഗ് സോൺ എന്നുള്ള കാര്യം ശരിയായിട്ടുണ്ട്. അപ്പോൾ വീഡിയോകളെല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമ്മുടെ ഫോട്ടോ തേങ്ങിയിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.